നമസ്കാരം. സ്വാതന്ത്ര്യ നിറവിലാണ് രാജ്യം. പാകിസ്ഥാനും അമേരിക്കയ്ക്കും ചുട്ട മറുപടി നൽകി പ്രധാനമന്ത്രി. സ്വാതന്ത്ര്യദിനത്തിൽ കേന്ദ്ര സർക്കാർ ഇറക്കിയ പോസ്റ്ററിലും വിവാദം. താരസംഘടനയായ അമ്മയ്ക്ക് പുതുചരിതം. അമ്മയെ ഇനി വനിതകൾ നയിക്കും. സമഗ്രമായ വാർത്തകളുമായി ടോപ്പ് 10 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. രാജ്യം 79ാം സ്വാതന്ത്ര്യദിന നിറവിൽ. ആണവായുധ ഭീഷണി മുഴക്കി വിരട്ടേണ്ട എന്ന ഓപ്പറേഷൻ സിന്ദൂർ ചൂണ്ടിക്കാട്ടി പാകിസ്ഥാനോട് പ്രധാനമന്ത്രി. ആത്മനിർഭർ ഭാരതാണ് ഇന്ത്യയുടെ വഴിയെന്നും ഡോളറിനെയും പൗണ്ടിനെയും ആശ്രയിക്കേണ്ടെന്നും മോദി. ദീപാവലി സമാനമായി GST പരിഷ്കരണം നടപ്പാക്കും. യുവാക്കൾക്കായി 1 ലക്ഷം കോടി രൂപയുടെ തൊഴിൽ പദ്ധതിയും പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഇറക്കിയ പോസ്റ്ററിനെ ചൊല്ലി വിവാദം. ഗാന്ധിജിക്ക് മുകളിലായി സവർക്കറുടെ ചിത്രം വെച്ചതിൽ വിമർശനം. സ്വാതന്ത്ര്യസമര സേനാനികളെ അപമാനിച്ചുവെന്ന് കോൺഗ്രസ്. ചെങ്കോട്ടയിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാതെ രാഹുലും ഖർഗെയും. സങ്കുചിത മനസ്സുകളെന്ന് BJP. സംസ്ഥാനത്ത് രാജ്ഭവനിൽ സംഘടിപ്പിച്ച അഡ്ഹോം വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കാതെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയെ ഇനി വനിതകൾ നയിക്കും. പ്രസിഡന്റ് സ്ഥാനത്ത് ശ്വേതാ മേനോൻ, കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി, ഉണ്ണി ശിവപാൽ ട്രഷറർ. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ലക്ഷ്മിപ്രിയയും ജയൻ ചേർത്തലയും. മാറ്റത്തിന്റെ തുടക്കമാകട്ടെ എന്ന് മന്ത്രി സജി ചെറിയാൻ. തനിക്കെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ പോലീസിനുള്ളിലെ ഗൂഢാലോചനയെന്ന MR അജിത് കുമാർ. എതിർപ്പിന് കാരണം PV അൻവറിന്റെ വഴിവിട്ട ഇടപാടുകൾക്ക് വഴങ്ങാത്തത്. മൊഴിപ്പകർപ്പ് അമൃത ന്യൂസിന്. അൻവറിനെ കണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുമുള്ള നിർദ്ദേശപ്രകാരമെന്ന് അജിത് കുമാർ. കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച അൻവർ. കോഴിക്കോട് കല്ലായിപ്പുഴയിൽ വീണ്ടും കയ്യേറ്റം. റവന്യൂ വകുപ്പ് സ്ഥാപിച്ച ജണ്ടകൾ പലയിടത്തും തകർത്ത നിലയിൽ. കയ്യേറ്റക്കാർക്കെതിരെ കോർപ്പറേഷൻ നടപടി എടുക്കുന്നില്ലെന്ന് പരാതി. ടോപ്പ് 10 സ്പെഷ്യൽ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ച വളരെ നിർണായകമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കൂടിക്കാഴ്ച മോശമാണെങ്കിൽ ചർച്ച വളരെ വേഗം അവസാനിപ്പിക്കുമെന്നും ട്രംപ്. ഞങ്ങൾ അമേരിക്കയെ ആശ്രയിക്കുന്നുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ട്രംപ് പുടിൻ കൂടിക്കാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ 1 മണിക്ക്. സർക്കാരിനെ വിമർശിച്ച് CPIയുടെ രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട്. കൊടും കുറ്റവാളികൾക്ക് സംരക്ഷണം കിട്ടുന്നുവെന്ന് പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. പോലീസുകാർ അമിത അധികാരം ഉപയോഗിക്കുന്നുവെന്ന് ബിനോയ് വിശ്വം. വിവിധ സർക്കാർ വകുപ്പുകളിൽ കുടുംബശ്രീ അംഗങ്ങളെ തിരികെ കയറ്റുന്നുവെന്നും വിമർശനം. ലയണൽ മെസ്സി ഡിസംബറിൽ ഇന്ത്യയിലേക്ക്. 4 നഗരങ്ങൾ സന്ദർശിക്കും. പ്രധാനമന്ത്രിയെ കാണും. സന്ദർശനം ഗോഡ് ടൂർ ഓഫ് ഇന്ത്യ എന്ന പേരിൽ. FC ചാമ്പ്യൻസ് ലീഗിൽ FC ഗോവയും അൽ നസറും ഒരേ ഗ്രൂപ്പിൽ. ഗോവയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എത്തുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനും സ്പാനിഷ് ലീഗിനും ലാലിഗയ്ക്കും ഇന്ന് തുടക്കം. കോഴിക്കോട് താമരശ്ശേരിയിലെ 9 വയസ്സുകാരിയുടെ മരണം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചെന്ന് സ്ഥിരീകരണം. ആന്തരിക അവയവങ്ങൾ കൂടുതൽ പരിശോധനയ്ക്കായി അയച്ചു. കുട്ടിയുടെ സഹോദരങ്ങൾക്കും സഹപാഠിക്കും പനിയുള്ളതിനാൽ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ. സ്റ്റോറി ഓഫ് ദ ഡേ. ഈ വീട്ടിലെന്നും ദേശസ്നേഹം. ാം സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ പതാകയുയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം സ്വയം പര്യാപ്തതയിലേക്ക് കുതിക്കുകയാണെന്നും 2047 വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദീപാവലി സമാനമായി GST പരിഷ്കരണം നടപ്പിലാക്കും. യുവാക്കൾക്ക് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും രാജ്യത്തിന് സ്വന്തമായി സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ വേണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാഷ്ട്രപിതാവിന് ആദരമർപ്പിച്ച ശേഷം ചെങ്കോട്ടയിലെത്തിയ പ്രധാനമന്ത്രി 79ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള പതാക ഉയർത്തി. Nastra Salam!
തുടർന്ന് 104 മിനിറ്റ് നീണ്ടുനിന്ന പ്രസംഗത്തിൽ രാജ്യം ഇതുവരെ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചും വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയെക്കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞു. ആത്മനിർഭർ ഭാരതാണ് രാജ്യത്തിന്റെ മുന്നോട്ടു പോക്കിന് കരുത്തു പകരുന്നത്. സ്വയം പര്യാപ്തതയിലേക്ക് എത്തിയാൽ 2047 വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ ഭാരതം ഇടം പിടിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ GST പരിഷ്കരണം നടപ്പിലാക്കും. हम नेक्स्ट जनरेशन GST रिफॉर्म्स लेकर के आ रहे हैं. ये दिवाली के अंदर आपके लिए तोहफा बन जाएंगे. सामान्य मानवी की जरूरतों के टैक्स भारी मात्रा में कम कर दिए जाएंगे. യുവാക്കൾക്കൊപ്പം സർക്കാരും താനും ഉണ്ടാകും. കൂടുതൽ തൊഴിലവസരങ്ങൾ യുവാക്കൾക്ക് വേണ്ടി സൃഷ്ടിക്കുമെന്നും സ്ത്രീകളുടെ ഉന്നമനത്തിനായി കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. मेरे टैलेंटेड यूथ को, मेरे इंजीनियर्स को और प्रोफेशनल्स को और सरकार के हर विभागों को भी मेरा आह्वान है, क्या हमारा अपना मेड इन इंडिया फाइटर जेट्स के लिए जेट इंजन हमारा होना चाहिए कि नहीं होना. സ്വയം പര്യാപ്തതയിലേക്ക് എത്തുമ്പോൾ ഡോളറിന്റെയും പൗണ്ടിന്റെയും പിന്നാലെ പോകേണ്ടി വരില്ല. സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ സ്വന്തം പ്ലാറ്റ്ഫോമുകൾ വേണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. സ്വന്തം ബഹിരാകാശ നിലയം സ്ഥാപിക്കുമെന്നും സെമി കണ്ടക്ടർ ചിപ്പുകൾ വിപണിയിൽ എത്തിക്കുമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ ഉൾപ്പെടെ 5000-ഓളം വിശിഷ്ട വ്യക്തികളാണ് ചെങ്കോട്ടയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായത്. പാരാ ഒളിമ്പിക്സിൽ മെഡൽ നേടിയവരെയും ഖേലോ ഇന്ത്യ ഗെയിംസിൽ വിജയികളായവരെയും അഭിനന്ദിച്ചു. വിവിധ സേനാ വിഭാഗങ്ങളുടെ പ്രകടനം ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണവായുധം കാട്ടി വിരട്ടേണ്ട എന്ന് മോദി പറഞ്ഞു. സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് പിൻവലിക്കില്ലെന്നും രക്തവും ജലവും ഒന്നിച്ചൊഴുകില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം നൽകിയ ധീരജവാന്മാരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെയാണ് പഹൽഗാമിൽ ഭീകരർ കൊലപ്പെടുത്തിയത്. മതം ചോദിച്ചാണ് സഞ്ചാരികളുടെ ജീവനെടുത്തത്. അതിനുള്ള മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ സൈന്യം നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയ സൈനികർക്ക് പ്രധാനമന്ത്രി ആദരമർപ്പിച്ചു. ऑपरेशन सिंदूर के वीर जाबाजों को सैल्यूट करने का अवसर मिला है. हमारे वीर जाबाज सैनिकों ने दुश्मनों को उनकी कल्पना से परे सजा दी है. ഭീകരവാദികൾക്ക് മാത്രമല്ല, അവരെ സംരക്ഷിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ നൽകിയത്. ആണവായുധം കാട്ടി രാജ്യത്തെ ഭയപ്പെടുത്തേണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. वो मानवता के समान दुश्मन है, उनके बीच कोई फर्क नहीं है. अब भारत ने तय कर लिया है कि न्यूक्लियर की धमकियों को अब हम सहने वाले नहीं हैं. न्यूक्लियर ब्लैकमेल लंबे अरसे से चलाया, अब ബ്ലാക്ക്മെയിൽ नहीं सहा जाएगा. രാജ്യത്തിനെതിരെ ഭീഷണി ഉയർത്തിയ പശ്ചാത്തലത്തിലാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കിയത്. കർഷകരാണ് ജലത്തിന്റെ മുഴുവൻ അധികാരികൾ. അവരെ വെല്ലുവിളിച്ചതുകൊണ്ടാണ് ഇത്തരം തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇനി പുനരാലോചനയില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. मेरे देश के किसानों का अकल्पनीय नुकसान किया है. अब हिंदुस्तान के हक का जो पानी है उस पर अधिकार सिर्फ और सिर्फ हिंदुस्तान का है, हिंदुस्तान के किसानों का है. സ്വയം പര്യാപ്തത കൊണ്ടാണ് പാകിസ്ഥാന് മേൽ രാജ്യം വിജയം നേടിയത്. ആണവായുധ മേഖലയിലടക്കം ശക്തി വർദ്ധിപ്പിക്കാൻ രാജ്യത്തിന് കഴിഞ്ഞുവെന്നും പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. രാജ്യത്തെ ജനാധിപത്യം ധ്വംസിക്കപ്പെടരുതെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. വർഗീയ ശക്തികൾ ഇന്ത്യ എന്ന വികാരത്തെ ഛിദ്രമാക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുകയാണ്. അതിനെ ഒറ്റ മനസ്സോടെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിയണമെന്നും മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ദേശീയ പതാക ഉയർത്തി. രാജ്യത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി ദേശീയ പതാക ഉയർത്തിയതോടെയാണ്
തുടക്കമായത്. ജാതിയും മതവും പറഞ്ഞ വർഗീയ ശക്തികൾ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ്. അതിനെ ഒറ്റ മനസ്സോടെ ചെറുക്കാൻ കഴിയണം. ഭരണഘടനയിലെ സ്വാതന്ത്ര്യം, ജനാധിപത്യം, മതനിരപേക്ഷത, സോഷ്യലിസ്റ്റ് സങ്കല്പം എന്നിവ നിർബന്ധമായും നടപ്പാക്കിയെടുക്കാനുള്ളതാണെന്നും ചർച്ചയ്ക്ക് വിഷയമാക്കാനുള്ളതല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യ എന്ന വികാരത്തെ ഛിദ്രമാക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തി വരുന്നു. ഇതിനെയെല്ലാം എല്ലാ വേർതിരിവുകൾക്കും അതീതമായി ഒറ്റ മനസ്സായി ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയണം. സ്വാതന്ത്ര്യം, ജനാധിപത്യം, മതനിരപേക്ഷത, സോഷ്യലിസ്റ്റ് സങ്കല്പം തുടങ്ങിയ ഭരണഘടനാ മൂല്യങ്ങളാണ് നിർബന്ധമായും നടപ്പാക്കിയെടുക്കാനുള്ളതാണ്, ചർച്ചയ്ക്ക് വിഷയമാക്കാനുള്ളതല്ല. ജനങ്ങളുടെ ക്ഷേമവും വികസനവും ശക്തിപ്പെടുത്തി മുന്നോട്ടു പോവുകയാണ് സംസ്ഥാന സർക്കാരെന്നും മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. തുടർന്ന് വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം മുഖ്യമന്ത്രി സ്വീകരിച്ചു. 28 സേനാ വിഭാഗങ്ങളും NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പ്ലാറ്റൂണുകളും പരേഡിൽ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ജയേഷ് വി നയിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസ്. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലുകളും വിവിധ പുരസ്കാരങ്ങളും ചടങ്ങിൽ മുഖ്യമന്ത്രി സമ്മാനിച്ചു. തലസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനങ്ങളും ചടങ്ങിൽ ആലപിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ജില്ലാ ആസ്ഥാനങ്ങളിലും മന്ത്രിമാർ പതാക ഉയർത്തി. വിവിധ സേനാ വിഭാഗങ്ങൾ പങ്കെടുത്ത പരേഡുകളിൽ മന്ത്രിമാർ അഭിവാദ്യം സ്വീകരിച്ചു. കൊല്ലത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചത്. വിദ്യാഭ്യാസത്തിലൂടെയും സാമൂഹ്യ ഇടപെടലുകളിലൂടെയും ഭരണഘടനാ മൂല്യങ്ങൾ വരും തലമുറയ്ക്ക് പകർന്നു നൽകണമെന്ന് മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജ് മൈതാനിയിൽ മന്ത്രി വീണ ജോർജ് പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. നമ്മെ ബന്ധിപ്പിക്കുന്നതും ഒന്നിച്ചു നിർത്തുന്നതും നമ്മുടെ ഭരണഘടനയാണെന്നും കേരള സംസ്ഥാനം അസമത്വത്തിനെതിരെയും അനീതിക്കെതിരെയുമാണ് പടപൊരുന്നതെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴയിൽ മന്ത്രി സജി ചെറിയാനാണ് പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചത്. കോട്ടയത്ത് മന്ത്രി ജെ ചിഞ്ചുറാണി പതാക ഉയർത്തി. പോലീസ് ഗ്രൗണ്ടിൽ നടന്ന പരേഡിൽ വിവിധ സേനാ വിഭാഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിച്ച മന്ത്രി പരേഡിലെ മികച്ച പ്ലാറ്റൂണുകൾക്ക് സമ്മാനദാനവും നിർവഹിച്ചു. ഇടുക്കി IDA ഗ്രൗണ്ടിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. എറണാകുളം കാക്കനാട് സിവിൽ സ്റ്റേഷൻ മൈതാനത്ത് മന്ത്രി P രാജീവ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവാണ് പതാക ഉയർത്തിയത്. കോരിച്ചൊരിയുന്ന മഴയിലും ആവേശം ചോരാതെയായിരുന്നു പരിപാടികൾ. പാലക്കാട് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മന്ത്രി MB രാജേഷ് പതാക ഉയർത്തി. മലപ്പുറം MSP മൈതാനത്ത് നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ റവന്യൂ മന്ത്രി K രാജനാണ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചത്. വിവിധ സേനാ വിഭാഗങ്ങളും NCC, സ്കൗട്ട് പ്ലാറ്റൂണുകളും പരേഡിൽ അണിനിരന്നു. കോഴിക്കോട് വിക്രം മൈതാനത്ത് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ദേശീയ പതാക ഉയർത്തി. ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ തച്ചുടച്ച് ഏകതകളിലേക്ക് ചുരുക്കാനുള്ള ഒരു ശ്രമവും അനുവദിക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. കണ്ണൂർ പോലീസ് ഗ്രൗണ്ടിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് പതാക ഉയർത്തിയത്. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വൈദ്യുത വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ചടങ്ങിൽ പത്മശ്രീ പുരസ്കാര ജേതാവ് സത്യനാരായണ ബിളേരിയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത TV. രാജ്യത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് അമൃതപുരി മാതാ അമൃതാനന്ദമയി മഠത്തിലും അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലും സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ മുതിർന്ന ശിഷ്യന്മാരിൽ ഒരാളായ സ്വാമി തുര്യ അമൃതാനന്ദപുരി ദേശീയ പതാക ഉയർത്തി. ആശ്രമത്തിലെ അന്തേവാസികളും ഭക്തരുമടക്കം ആയിരക്കണക്കിന് ആളുകൾ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കാളികളായി. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സാന്നിധ്യത്തിൽ അമൃതപുരിയിൽ സുരക്ഷാ ചുമതലയിലുള്ള F-221 ബറ്റാലിയനിലെ CRPF ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ പങ്കെടുത്തു. അമൃതപുരി ക്യാമ്പസിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി സ്കേറ്റിംഗ് ലോക റെക്കോർഡ് പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചു. അമൃതപുരി ക്യാമ്പസിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിറ്റ്നസ് ആൻഡ് സ്ട്രെങ്ത് സ്പോർട്സ്, അമൃത ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ ആൻഡ് അക്കാദമിക് ഔട്ട്റീച്ചിന്റെയും ആസ്കിയോൺ റോളർ സ്കേറ്റിംഗ് അക്കാദമിയുടെയും സഹകരണത്തോടെയാണ് സ്കേറ്റിംഗ് പ്രകടനങ്ങൾ സംഘടിപ്പിച്ചത്. 82 കുട്ടികൾ 79 മിനിറ്റ് പതാകയുമായി നിർത്താതെ സ്കേറ്റിംഗ് ചെയ്ത് സല്യൂട്ട് ചെയ്തപ്പോൾ 3 ലോക റെക്കോർഡുകളാണ് പിറന്നത്. യുണൈറ്റഡ് ഇന്ത്യ വേൾഡ് റെക്കോർഡ്, വേൾഡ് സ്പോർട്സ് റെക്കോർഡ്, അമേസിംഗ് വേൾഡ് റെക്കോർഡ് എന്നിങ്ങനെ 3 റെക്കോർഡുകളാണ് അമൃതയിലെ കുട്ടികൾ സ്വന്തമാക്കിയത്. ബ്രഹ്മചാരി വിശ്വനാഥ അമൃത ചൈതന്യ പരിപാടിക്ക് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. അസോസിയേറ്റ് ഡീൻ ഡോക്ടർ SN ജ്യോതി,
സ്കൂൾ ഓഫ് ബിസിനസ് ഡീൻ ഡോക്ടർ വിശ്വനാഥൻ, സ്കൂൾ ഓഫ് ഫിസിക്കൽ സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ എം നിതീഷ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിറ്റ്നസ് ആൻഡ് സ്ട്രെങ്ത് സ്പോർട്സ് വിഭാഗം മേധാവി ബിജീഷ് ചിറയിൽ എന്നിവർ സംസാരിച്ചു. വിവേക് വാവച്ചൻ, യദുരാജ് എന്നിവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊല്ലം. 79ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് വെള്ളിമാടുകുന്ന് മാതാമൃതാനന്ദമയി മഠത്തിൽ അയുധിന്റെ നേതൃത്വത്തിൽ പൂർവ്വ സൈനികരെ ആദരിച്ചു. കര, നാവിക, വ്യോമസേന വിഭാഗങ്ങളിൽ നിന്നുമായി 14 സൈനികരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. മാതാമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഭാരതീയരുടെ ജീവന് കാവൽക്കാരായി നിലകൊള്ളുന്ന സൈനികരെ ആദരിച്ചുകൊണ്ടാണ് കോഴിക്കോട് വെള്ളിമാടുകുന്ന് മാതാ അമൃതാനന്ദമയി മഠത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നത്. അയുധിന്റെ നേതൃത്വത്തിൽ നടന്ന ജനനി ജന്മഭൂമി എന്ന ചടങ്ങിൽ കരസേന, വ്യോമസേന, നാവികസേന വിഭാഗങ്ങളിൽ നിന്നായി 14 പൂർവ്വ സൈനികരെയാണ് ആദരിച്ചത്. മാതാ അമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഭാരതാംബ പൂജയും നടന്നു. ഭാരതത്തിന്റെ കാവൽ ഭടന്മാരെ ആദരിക്കുക എന്നത് നമ്മുടെ ധർമ്മമാണെന്നും ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തം രാഷ്ട്രത്തിന് പറ്റിയതല്ലെന്നും സ്വാമി വിവേകാമൃതാനന്ദപുരി പറഞ്ഞു. എല്ലാവരും ഇവിടെ അഹിംസാ സിദ്ധാന്തം പാലിച്ചു എന്ന് വിചാരിക്കുക. മഹാത്മാഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തം നമ്മൾ ഈ രാഷ്ട്രം എടുത്തു എന്ന് വിചാരിക്കുക. ആയുധങ്ങളെല്ലാം മാറ്റിവെച്ചു എന്ന് വിചാരിക്കുക. 10% പേരുടെ 90% പേർക്കും ആയുധമില്ല. 10% പേരുടെ കൈകളിൽ ആയുധം ഉണ്ടെങ്കിൽ ഈ ഭൂമുഖം മുഴുവൻ അവർ നശിപ്പിക്കും. അതുകൊണ്ട് ഇത് ഇന്ന് തുടങ്ങിയതല്ല. ഭാരതം തുടങ്ങിയ കാലഘട്ടം മുതൽ നമ്മുടെ സംസ്കാരം എന്നിവിടെ ആരംഭിച്ചോ അന്ന് മുതൽ ഈ ഭാരതത്തെ സംരക്ഷിച്ചു നിർത്തിയ ഒരു ക്ഷാത്ര വംശം ഇവിടെ ഉണ്ട്, ക്ഷത്രിയ വംശം. അവരായുധം കയ്യിൽ വെച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾക്കൊന്നും ഇവിടെ നിലകൊള്ളില്ല. തുടർന്ന് സൈനികർ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. മുൻ സൈനികർ എന്ന പദമില്ലെന്നും സൈനികർ എപ്പോൾ വിളിച്ചാലും തിരിച്ചു പോകാൻ തയ്യാറുള്ളവരാണെന്നും അവർ പറഞ്ഞു. സൈനികർക്ക് അർഹിക്കുന്ന പരിഗണന നൽകാത്ത സംസ്ഥാനമാണ് കേരളമെന്നും അവർ കൂട്ടിച്ചേർത്തു. നമ്മുടെ നാട്ടിലൊക്കെ വേണ്ടത്ര പരിഗണനയോ ആദരവോ അവർക്ക് ലഭിക്കുന്നില്ല എന്നത് വാസ്തവമാണെങ്കിലും ഇന്ന് ഇതേപോലെ അമൃതാനന്ദമയി മഠത്തിൻ്റെ നേതൃത്വത്തിൽ അതിലെ ആയുധിൻ്റെ പ്രവർത്തകർ ഇതുപോലൊരു വേദിയിൽ ഞങ്ങളെപ്പോലുള്ള സൈനികരെ ആദരിക്കാൻ സന്മനസ് കാണിച്ചതിൽ വളരെയേറെ കൃതജ്ഞതയുണ്ട്. ശേഷം അയുധിന്റെ പ്രവർത്തകർ സൈനികരെ പൊന്നാട അണിയിച്ചും സിന്ദൂരം ചാർത്തിയും ആദരിച്ചു. കാശ്മീരിലെ ശാരദായാത്ര ക്ഷേത്ര പരിസരത്തെ ദിവ്യമായ മണ്ണും ഭാരതാംബയുടെ ശ്രീപാദപത്മമായ കന്യാകുമാരിയിലെ മണ്ണും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യദിന പ്രതിജ്ഞയും ചൊല്ലി. ലഹരി ഉപഭോഗം, ഭീകരവാദം തുടങ്ങിയ എല്ലാ കുറ്റകൃത്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുമെന്നും അവയ്ക്കെതിരെ ജാഗ്രത പുലർത്തുമെന്നും ഈശ്വരനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. അതോടൊപ്പം രക്ഷാബന്ധൻ പരിപാടിയും നടന്നു. അയുധ് സ്റ്റേറ്റ് അസോസിയേറ്റ് കോർഡിനേറ്റർ ഹരി വിജയ് മോഡറേറ്ററായ സംവാദ പരിപാടിയിൽ സൈനികരുമായി സംഭാഷണം നടത്താൻ സദസ്സിലിരുന്നവർക്ക് അവസരം ലഭിച്ചു. തുടർന്ന് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. അമൃത ന്യൂസ്, കോഴിക്കോട്. മാതാമൃതാനന്ദമയി മഠത്തിന്റെ യുവജന വിഭാഗമായ അയുധ് അണിയിച്ചൊരുക്കിയ ദേശഭക്തി ഗാനം ജനനി ജന്മഭൂമി ശ്രദ്ധേയമാകുന്നു. അമൃത ടെക്നോളജീസ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് വിനോദ് കുമാറാണ് രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത്. जननी कर्मभूमि, जननी धर्मभूमि, जननी ज्ञानभूमि, जननी जन्मभूमि, जननी कर्मभूमि, जननी धर्मभूमि, जननी ज्ञानभूमि, जननी जन्मभूमि. യുവസുധർജങ്ങൾക്കഭിമാനം നിൻമഹിത ജയോജ്വല ചരിതം. ഋഷിമുനിദത്തം സകലഹിതാർത്ഥം നിരുപമ സംസ്കാരം. തലമുറകൾക്കായി പകർന്നിടാനീ സനാതനം ധർമ്മം.
മകൾ ഞങ്ങൾ ജനനീ കർമ്മഭൂമി ജനനീ ധർമ്മഭൂമി ജനനീ ജ്ഞാനഭൂമി ജനനീ ജന്മഭൂമി. മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ യുവജന വിഭാഗമായ അമൃത യുവധർമ്മധാരയുടെ കേരള ചാപ്റ്റർ ഈ ഭാരതത്തിൻ്റെ 79ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷം എങ്ങനെ ആഘോഷിക്കണം എന്ന് ചിന്തിച്ചപ്പോൾ അതിന് ചില പരിപാടികൾ എല്ലാ കേരളത്തിലുടനീളം ആശ്രമശാഖകളിൽ അത് ആഘോഷിക്കണമെന്ന് നിശ്ചയിച്ചു. അയുദ്ധിൻ്റെ ചാപ്റ്റർ, അയുദ്ധം എന്നാണ് പറയുന്നത്, യുവധർമ്മധാരയുടെ ഷോർട്ട് ഫോം, അയുദ്ധിൻ്റെ ശാഖകളിൽ ആഘോഷിക്കാൻ നിശ്ചയിച്ചപ്പോൾ ജനനീ ജന്മഭൂമി എന്ന ഒരു തീം എടുത്തുകൊണ്ട് അത് ആഘോഷിക്കാനാണ് നിശ്ചയിച്ചത്. അതിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് ഭാരതത്തിൻ്റെ മഹത്വം മറ്റ് രാഷ്ട്രങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ മഹത്വം, സനാതനധർമ്മത്തിൻ്റെ മഹത്വം, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂരെല്ലാം കഴിഞ്ഞ സാഹചര്യത്തിൽ ഭാരതം നേരിടുന്ന ഒരുപാട് വൈദേശിക അക്രമങ്ങൾ, തീവ്രവാദത്തിന് ഇതിനെതിരെ നമ്മുടെ ചുണക്കുട്ടികളായിട്ടുള്ള പട്ടാളക്കാർ, CRPF മറ്റ് ആർമി, നമ്മുടെ ഡിഫൻസ് സിസ്റ്റം, പട്ടാളം ഇതിന് ചെയ്ത ആ ത്യാഗം, ശക്തമായി തിരിച്ചടിച്ചത്, ശക്തമായി പ്രതിരോധിച്ചത്, വിജയിച്ചത്, അതുകൂടി ഇതിലൊരു ഘടകം വരണം എന്നുള്ള തരത്തിലാണ് ആഘോഷം ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടൊരു തീം സോങ് എന്തുകൊണ്ടായിക്കൂടാ എന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് ഈ സോങ്, ഈ ഗാനം എഴുതിയത്. ജനനീ ജന്മഭൂമി എന്ന് തുടങ്ങുന്ന ആ ജനനീ കർമ്മഭൂമി, ധർമ്മഭൂമി, പിന്നെ ജ്ഞാനഭൂമി, ജനനീ ജന്മഭൂമി, ഭാരതത്തിൻ്റെ മഹത്തായ മഹത്വം അവിടെ കാണിക്കുന്ന പോലെ. കൈമനം മാതാ അമൃതാനന്ദമയി മഠത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ യുവജന വിഭാഗമായ യൂത്ത് തിരുവനന്തപുരം ഘടകത്തിന്റെ നേതൃത്വത്തിലാണ് ജനനീ ജന്മഭൂമി എന്ന പേരിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചത്. ജനനീ കർമ്മഭൂമി ജനനീ ധർമ്മഭൂമി. രാവിലെ നടന്ന ചടങ്ങിൽ മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി ദേശീയ പതാക ഉയർത്തി. ലോകത്തിലെ വൻ ശക്തികൾ ഭയപ്പെടും വിധം ഭാരതം വളർന്നു കഴിഞ്ഞ സാഹചര്യത്തിൽ 79ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് ഏറെ പ്രസക്തിയുണ്ടെന്ന് സ്വാമി ശിവാമൃതാനന്ദപുരി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. ലോക വൻശക്തികളെ പോലും ഭയപ്പെടുത്തണം ഭാരതം എല്ലാ മേഖലകളിലും സമഗ്രമായ പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിപാടിയുടെ ഭാഗമായി ജമ്മുകശ്മീരിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ശാരദാ ക്ഷേത്രത്തിലെയും കന്യാകുമാരിയിലെയും അമൃതപുരിയിലെയും മണൽത്തരികൾ കൈയിലേന്തി യുവാക്കൾ രാഷ്ട്രരക്ഷ, ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചെയ്തു. വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ സൈനിക ഉദ്യോഗസ്ഥരെയും മുട്ടത്തറ BSF ക്യാമ്പിലെ ഉദ്യോഗസ്ഥരെയും ചടങ്ങിൽ ആദരിക്കുകയും അവരുമായി യുവാക്കൾ സംവദിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ആയുധൊരുക്കിയ ദേശഭക്തി ഗാനം ജനനീ ജന്മഭൂമിയും അവതരിപ്പിച്ചു. കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരിയുടെ അധ്യക്ഷതയിൽ പഞ്ചമാതൃവന്ദനവും നടന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ യുവജന വിഭാഗമായ യുദ്ധം അമൃത യുവധർമ്മധാരയും 79ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കാളികളായി. വിവിധ ജില്ലകളിൽ നിരവധി പരിപാടികളും സംഘടിപ്പിച്ചു. കൊച്ചി അമൃത ആശുപത്രിയിലും സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ യുവജന വിഭാഗമായ അയുദ്ധിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിപുലമായി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. എറണാകുളത്ത് അയുദ്ധിന്റെയും അമൃത വിദ്യാലയത്തിന്റെയും നേതൃത്വത്തിൽ ജനനീ ജന്മഭൂമി സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. മുൻ സൈനികരെയും സൈനിക ഉദ്യോഗസ്ഥരെയും ചടങ്ങിൽ ആദരിച്ചു.
ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ അയുധ് ഒരുക്കിയ ദേശഭക്തി ഗാനവും അവതരിപ്പിച്ചു. ഇന്ത്യയെ പരാജയപ്പെടുത്തുക എന്നത് അത്ര എളുപ്പമല്ലെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മുടെ ജവാന്മാർ കാണിച്ചു കൊടുത്തുവെന്ന് മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി പറഞ്ഞു. ലോകത്തിന്റെ ഹൃദയമാണ് നമ്മുടെ രാജ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയെ പരാജയപ്പെടുത്തുക അത്ര എളുപ്പമല്ലെന്ന് പ്രത്യേകിച്ചും നമ്മുടെ ജവാന്മാർ അത് കാണിച്ചു കൊടുത്തു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അത് കാണിച്ചു കൊടുത്തു. ലോകത്തിലെ ഒരു ശക്തിക്കും ഭാരതത്തെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇവിടെ ഇത് ധീരന്മാരുടെ നാട് കൂടിയാണെന്ന്, ഭീരുക്കളുടെ നാടല്ല എന്ന് കാണിച്ചു കൊടുത്തു. ആലുവ വിദ്യാധിരാജ വിദ്യാഭവൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ മെഗാ ദേശഭക്തി ഗാനാലാപന മത്സരം നടന്നു. 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളാണ് 3 വേദികളായി നടന്ന മത്സരത്തിൽ പങ്കെടുത്തത്. ആലുവ MLA അൻവർ സാദത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. സമ്മേളനത്തിൽ ഗീതാഭവൻ ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് സുന്ദരം ഗോവിന്ദ് അധ്യക്ഷനായി. വിജയിച്ച ക്ലാസുകാർക്ക് സർട്ടിഫിക്കറ്റും ട്രോഫിയും നൽകി. സ്വാതന്ത്ര്യദിന ക്വിസ്, പെയിന്റിംഗ്, പെൻസിൽ ഡ്രോയിങ് മത്സരങ്ങളിലെ വിജയികൾക്കും സമ്മാനം നൽകി. മഞ്ചേരി മാതാ അമൃതാനന്ദമയി മഠത്തിലും സൈനികർക്ക് ആദരവ് അർപ്പിച്ചു. അമൃത യുവധർമ്മധാരയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. വിവിധ സേനകളിൽ സേവനമനുഷ്ഠിച്ച 10 മുൻ സൈനിക ഉദ്യോഗസ്ഥരെ ആദരിച്ചു. മഞ്ചേരി മഠാധിപതി സ്വാമിനി വരദാമൃത പ്രാണ അധ്യക്ഷത വഹിച്ചു. സൈനികർ അവരുടെ സേവനകാലത്തെ അനുഭവങ്ങൾ സദസ്സുമായി പങ്കുവച്ചു. അമൃതപുരി ഉൾപ്പെടെ ഭാരതത്തിന്റെ വിവിധ പുണ്യസ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ച മണ്ണ് പരിപാടിയിൽ വിതരണം ചെയ്തു. താനൂർ മാതാ അമൃതാനന്ദമയി മഠത്തിൽ സത്സംഗ സമിതിയുടെയും അയുധിന്റെയും നേതൃത്വത്തിലായിരുന്നു സ്വാതന്ത്ര്യ ദിനാഘോഷം. മഠാധിപതി സ്വാമിനി അതുല്യാമൃത പ്രാണ നേതൃത്വം നൽകി. അയുധ് ഇടുക്കി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഭാരതത്തിന്റെ ധീര സൈനികർക്ക് ആദരവായി ജനനി ജന്മഭൂമി സമർപ്പണം നടത്തി. കട്ടപ്പന APJ ട്രെയിനിംഗ് സെന്റർ ഹാളിൽ നടത്തിയ ആഘോഷത്തിൽ സ്വാമി ജ്ഞാനാമൃതാനന്ദപുരി അധ്യക്ഷനായിരുന്നു. ചങ്ങനാശ്ശേരി മാതാ അമൃതാനന്ദമയി മഠത്തിലും അയുധിന്റെ നേതൃത്വത്തിൽ ജനനി ജന്മഭൂമി പരിപാടി നടന്നു. ചങ്ങനാശ്ശേരി മഠാധിപതി സ്വാമിനി നിഷ്ഠാമൃത പ്രാണ നേതൃത്വം നൽകി. ജമ്മു കശ്മീർ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ശാരദാ ക്ഷേത്രത്തിലെയും കന്യാകുമാരിയിലെയും അമൃതപുരി ആശ്രമത്തിലെയും മണൽത്തരികളിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് യുവാക്കൾ രാഷ്ട്രരക്ഷ, ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തു. സൈനികരെയും ആദരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ അയുധ് ഒരുക്കിയ ദേശഭക്തി ഗാനം ജനനി ജന്മഭൂമിയുടെ പ്രകാശനവും നടന്നു. കൊച്ചി അമൃത ആശുപത്രിയിലും സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയുടെ സാന്നിധ്യത്തിൽ അമൃത സ്കൂൾ ഓഫ് മെഡിസിൻ പ്രിൻസിപ്പൽ ഡോക്ടർ ഗിരീഷ് കുമാർ KP ദേശീയ പതാക ഉയർത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന സന്ദേശ പോസ്റ്ററിൽ ഗാന്ധിജിക്ക് മുകളിലായി സവർക്കറിന്റെ ചിത്രം വെച്ചത് വിവാദത്തിൽ. ധീരന്മാരായ സ്വാതന്ത്ര്യസമര സേനാനികളെ അപമാനിക്കുന്ന നീക്കമാണ് മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലി നൽകിയ നേതാവാണ് സവർക്കർ എന്നാണ് BJPയുടെ മറുപടി. അതിനിടെ സ്വാതന്ത്ര്യദിനാഘോഷം ബഹിഷ്കരിച്ച രാഹുൽ ഗാന്ധിക്കെതിരെയും BJP രംഗത്ത് വന്നു. സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിക്കൊണ്ട് എല്ലാ മന്ത്രാലയങ്ങളും പോസ്റ്ററുകൾ പുറത്തിറക്കിയെങ്കിലും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ പോസ്റ്റർ വിവാദത്തിലായി. രാഷ്ട്രപിതാവിന് മുകളിലായി സവർക്കറുടെ ചിത്രം ആലേഖനം ചെയ്തതാണ് വിവാദത്തിന്റെ അടിസ്ഥാനം. മന്ത്രാലയത്തിന്റെ നീക്കത്തിനെതിരെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി. സ്വാതന്ത്ര്യ സന്ദേശത്തിൽ പ്രധാനമന്ത്രി RSSനെ പുകഴ്ത്തിയതിനെയും കോൺഗ്രസ് വിമർശിച്ചു. അവർക്ക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അവർ ഇപ്പം ഭരണം കിട്ടിയ ഉടനെ തന്നെ, ഭരണം കിട്ടിയപ്പോൾ തന്നെ ഇവരുടെ ചിന്താഗതി സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ല. ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ്. നെഹ്റുവിനെയും ഗാന്ധിജിയെയും ഒക്കെ തന്നെ താഴ്ത്തിക്കെട്ടുക, അവരുടെ ഗോഡ്സെയെയും അതുപോലെ തന്നെ ഉള്ള അവരുടെ നേതാക്കന്മാരെയും ഉയർത്തിക്കാണുക, ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്രോളിൽ എഥനോൾ ചേർത്ത ആളുകൾ ഇപ്പോൾ സ്വാതന്ത്ര്യസമര സേനാനികളെ മലിനമാക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഖേര പറഞ്ഞു. ഗാന്ധിജിക്ക് മുകളിൽ സവർക്കറുടെ ചിത്രം വന്നത് യാദൃശ്ചികമായി സംഭവിച്ചതല്ലെന്നും കരുതിക്കൂട്ടിയാണെന്നും CPM പ്രതികരിച്ചു. അതേസമയം ജീവിതാവസാനം വരെ രാജ്യത്തിനു വേണ്ടി പോരാടിയ വ്യക്തിയാണ് സവർക്കറെന്നും അദ്ദേഹം മരിച്ചതും രാജ്യത്തിനു വേണ്ടിയാണെന്ന് BJP പ്രതിപക്ഷത്തിന് മറുപടി നൽകി. അതിനിടെ രാഹുൽ ഗാന്ധി സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ നിന്നും വിട്ടുനിന്നത് BJP രാജ്യവ്യാപകമായി പ്രചാരണ ആയുധമാക്കുകയാണ്. രാജ്യവിരുദ്ധ നിലപാടുകൾ എടുക്കുന്നവർക്കൊപ്പമാണ് താനെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ചെങ്കോട്ടയിലെ രാഹുലിന്റെ അസാന്നിധ്യമെന്ന് BJP നേതാക്കൾ പറയുന്നു. രാജ്യത്തെ ഭരണഘടനയെയും ദേശസ്നേഹത്തെയും തള്ളിപ്പറയുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാടെന്നും BJP നേതാക്കൾ വിമർശിക്കുന്നു. വോട്ടർ പട്ടിക ക്രമക്കേടിലടക്കം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയ രാഹുൽ ഗാന്ധിയെ ഈ വിഷയമുയർത്തി പ്രതിരോധത്തിലാക്കാനാണ് BJPയുടെ തീരുമാനം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സ്വാതന്ത്ര്യദിനത്തിൽ ഗവർണർ രാജ്ഭവനിൽ സംഘടിപ്പിച്ച ഹോം വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കാതെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും. പ്രതിപക്ഷ നേതാവും വിരുന്ന് സൽക്കാരത്തിൽ നിന്നും വിട്ടുനിന്നു. ചീഫ് സെക്രട്ടറി മാത്രമാണ് സർക്കാരിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത്.
സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി രാജ്ഭവനിൽ എല്ലാ വർഷവും ഗവർണർ പൗരപ്രമുഖർക്കും വിശിഷ്ടാതിഥികൾക്കുമായി വിരുന്നു സൽക്കാരം ഒരുക്കാറുണ്ട്. ഇതിന്റെ ഭാഗമായാണ് സ്വാതന്ത്ര്യദിനത്തിൽ സർക്കാരിനെയും പ്രതിപക്ഷത്തെയും വിരുന്നു സൽക്കാരത്തിൽ ഗവർണർ ക്ഷണിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ രാജ്ഭവനിൽ ഗവർണറുടെ അറ്റ്-ഹോം സൽക്കാരത്തിൽ പങ്കെടുത്തില്ല. പ്രതിപക്ഷ നേതാവും വിരുന്നിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നു. ചീഫ് സെക്രട്ടറി എ ജയതിലക് സർക്കാരിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു. സർവകലാശാല വിഷയത്തിൽ ഗവർണറും സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുമ്പോഴാണ് രാജ്ഭവനിലെ വിരുന്നു സൽക്കാരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹിഷ്കരിച്ചത്. വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള സർക്കുലറിലടക്കം മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും ഗവർണർക്കെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ രാജ്ഭവനിലെ വിരുന്നു സൽക്കാരത്തിന് 15 ലക്ഷം രൂപയുടെ അധിക ഫണ്ട് സർക്കാർ അനുവദിച്ചിരുന്നു. ഗവർണറുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തുക നൽകിയത്. കഴിഞ്ഞ തവണയും ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന വേളയിൽ രാജ്ഭവനിലെ അറ്റ്-ഹോം സൽക്കാരത്തിൽ നിന്ന് സർക്കാർ വിട്ടുനിന്നിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.